നമുക്ക് നല്ല അവസരം വരും, ചിലപ്പോൾ നമ്മളെ കാൽക്കക്ക് വരും, സോറി കേട്ടോ, ക്ഷമിക്കണം, അറിയാതെ പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് താണുകേണ് വരുമ്പോൾ അതൊക്കെ ഒരു പ്രതികാരത്തിൻ്റെ സന്ദർഭമായി മുമ്പ് അവൻ ചെയ്ത ദ്രോഹങ്ങളെയൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് അതൊന്ന് മുതലാക്കി കളയാം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടൊരു കാര്യം എന്താ അറിയും? നമുക്കും മാപ്പ് കിട്ടേണ്ടതുണ്ട് സുഹൃത്തുക്കൾ. നമുക്ക് മാപ്പ് തരേണ്ടത് ആരാ? നമുക്ക് മാപ്പ് തരേണ്ടത് ആരാണ്? അള്ളാഹുവാണ് നമുക്ക് മാപ്പ് തരേണ്ടത്. അവൻ മാപ്പ് തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻ തഅഫു വതസ്ഫഹു വതഗ്ഫിറു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യ്, മാപ്പ് കൊടുക്ക്, പുറത്തു കൊടുക്ക്. ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. നമ്മൾ തീരുമാനിക്കണം പരലോകത്തൊന്നും കൂടി അടയ്ക്കാൻ മാപ്പ് തരില്ലടാ എന്നൊക്കെ പറയാൻ എളുപ്പ സുഹൃത്തുക്കളെ. അത് അള്ളാഹ് നമ്മളെ കാര്യത്തിൽ പറഞ്ഞാലോ പാപമോചനമല്ലാതെ എന്തു പ്രതീക്ഷയാണ് നാളത്തെ പരലോകത്തിൽ നമുക്കുള്ളത്? ആർക്കെങ്കിലും മനസ്സറിഞ്ഞു കൊടുത്തൊരു മാപ്പിന് അള്ളാഹ് നമുക്കൊരു മാപ്പ് തിരികെ തന്നാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം എന്നാണ്. അതുകൊണ്ട് ചെയ്യാ. ഒരു തിന്മക്ക് തത്തുല്യമായ തിന്മ തന്നെയാണ് അതിന് പകരം. എന്നാൽ നമ്മൾ അങ്ങോട്ട് ചെയ്താൽ അങ്ങോട്ട് അതുപോലെ ചെയ്യാം. പക്ഷേ ആരെങ്കിലും വിട്ടുവീഴ്ച കൊടുക്കുകയാണെങ്കിൽ ഫമൻ അഫാ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ് ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. അള്ളാഹു പകരം നമുക്ക് വിട്ടുവീഴ്ച തരുമെന്ന്.